പുതിയ ഒരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീഡിയോയ്ക്ക് മുൻപ് ഒരു ദുഃഖ വാർത്ത ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. ഞാനും സാറും ചേർന്ന് പിടിക്കുന്ന ഈ വീഡിയോയുടെ പിന്നിൽ മറ്റൊരു വ്യക്തിത്വം കൂടി ഉണ്ടായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി പെൻഷൻ പറ്റിയ ശ്രീ സുകുമാരൻ സാർ. ഈ കഴിഞ്ഞ 1-ാം തീയതി അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഞങ്ങൾ കുറെ ദിവസങ്ങൾ ഞാനും സാറും തമ്മിൽ വളരെ വിഷമത്തിലായിരുന്നു. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. സാർ, കഴിഞ്ഞ വീഡിയോയിൽ സാർ പറഞ്ഞിരുന്നത് ആകാശത്തെപ്പറ്റിയും ഭൂമിയെപ്പറ്റിയും പറയാമെന്നാണ്. എന്താണ് സാറിന് ആകാശത്തെപ്പറ്റിയും ഭൂമിയെപ്പറ്റിയും ബൈബിൾ പരമായി പറയാം? ബൈബിളിൽ ആദ്യത്തെ വാചകത്തില്, ആദ്യ പുസ്തകത്തില്, ആദ്യത്തെ അധ്യായത്തില് ആദ്യത്തെ വാചകമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. അതിൽ ആദിയെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിക്കേണ്ടത്. ഇന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഭൂമിയെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും മാത്രമാണ്. ഭൂമി എന്ന് പറയുന്നത് പ്രപഞ്ചത്തില് ഒരു ചെറിയൊരു ഗ്രഹം മാത്രമാണ്, ചെറിയൊരു ഗ്രഹമാണ്. സൂര്യനുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു നിസ്സാരമായ ഒരു ഗ്രഹമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഭൂമിക്കൊരു പ്രത്യേകതയുള്ളത്, പ്രപഞ്ചത്തിലുള്ള സകല ഗ്രഹങ്ങളും എടുത്തു പരിശോധിച്ചാൽ അവിടെ എങ്ങും ഇല്ലാത്ത കുറെ പ്രതിഭാസങ്ങൾ ഭൂമിയിൽ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഭൂമിക്ക് ഒരു അന്തരീക്ഷമുണ്ട്. രണ്ടാമതായിട്ട് ഭൂമിക്ക് അദൃശ്യമായ ഒരു വലിയ സംരക്ഷണ വലയമുണ്ട്. അത് സയൻസ് തെളിയിച്ചിട്ടുള്ളതാണ്. ഈ ഭൂമിയുടെ ചുറ്റും ഒരു അന്തരീക്ഷമുള്ളത് ഭൂമിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു അന്തരീക്ഷമാണത്. അത് സ്വയമായിട്ട് ഭൂമിയുടെ കൂടെ ഉണ്ടായി വന്നതാണെങ്കിൽ ചന്ദ്രന് അന്തരീക്ഷമില്ല, ജുപ്പിറ്ററിനില്ല, മെർക്കുറിക്കില്ല, ശനിക്കില്ല, യുറാനസ്, നെപ്റ്റ്യൂൺ ഒന്നിനും തന്നെ ഇല്ലാത്തൊരു അന്തരീക്ഷം ഭൂമിക്കുണ്ട്. ഈ അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമി ജനവാസയോഗ്യമായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ ഗ്രഹത്തെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ കൂടാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ പ്രവൃത്തികളുടെ രഹസ്യമായിട്ടുള്ള പ്രവൃത്തികൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. പലരും തെറ്റിദ്ധരിക്കുന്നത് ശാസ്ത്രവും ബൈബിളും രണ്ടാണെന്നാണ്. അല്ല, ഒരിക്കലുമല്ല. യഥാർത്ഥത്തിൽ ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത് പ്രകൃതിയിലെ രഹസ്യങ്ങൾ മാത്രമാണ്. ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തി കണ്ടുപിടിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടികളുണ്ട്, എന്തെല്ലാം രഹസ്യങ്ങളുണ്ട്, അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളൊരു മനുഷ്യ ശരീരം ഉദാഹരണമായിട്ട് എടുക്കുക. മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ലോകത്ത് ഇതുവരെ ഉണ്ടാകാത്തതിൽ ഏറ്റവും വലിയൊരു അത്ഭുതകരമായൊരു കമ്പ്യൂട്ടറാണ് മനുഷ്യ ശരീരമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഭൂമി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നുള്ള ഭാഗത്തേക്ക് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സമയക്കുറവുണ്ട്. യഥാർത്ഥത്തിൽ
ഭൂമിയെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതാണ് ബൈബിൾ പറഞ്ഞിട്ടുള്ളത്. ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത് എന്ന്. ഹെവൻ എന്നുള്ളതിന്റെ അർത്ഥം ആകാശവിധാനമാണ്. നമ്മളിവിടെ നിന്ന് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പകൽ സമയത്താണെങ്കിൽ നീല നിറത്തിൽ കമിഴ്ത്തി വെച്ചൊരു കുട്ടക പോലെ ആകാശം കാണാം. ഇടമറുക എന്ന് പറയുന്ന എഴുത്തുകാരനും മറ്റും പറയുന്ന അവിടെ ഒന്നുമില്ല, പിന്നെ ദൈവം സൃഷ്ടിച്ചത് എന്താണെന്നാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട്. ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, എന്തെല്ലാം വാതകങ്ങളുണ്ട്. അതിൽ ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ യോജിക്കുമ്പോഴാണ് ജലം ഉണ്ടാകുന്നത്. ഭൂമിയിൽ ജലം വേണമെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും വേണം. ചന്ദ്രന്റെ മേളിൽ ജലമില്ല, ചൊവ്വയുടെ മേളിൽ ജലമില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഈ വാതകമോ അറ്റ്മോസ്ഫിയറോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഈ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ വാതകങ്ങൾക്ക് മേളിലായിട്ട് ഒരു കവറിംഗ് ഉണ്ട്. അതിന് ഓസോൺ പാളി എന്നാണ് പറയാ. ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായിട്ട് ഭൂമിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. മനുഷ്യരിപ്പോൾ അത് നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫലം അനുഭവിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഓസോൺ പാളി എന്താണ്? അങ്ങ് ഓസോൺ പാളിക്ക് അപ്പുറത്ത് നിന്ന്, അങ്ങ് ശൂന്യതയിൽ നിന്ന്, ഒരുപക്ഷെ ശൂന്യാകാശത്തിൽ നിന്ന് ധാരാളം അപകടകരമായ രശ്മികൾ വരുന്നുണ്ട്. കോസ്മിക് റേസ്, അൾട്രാവയലറ്റ് റേസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഭൂമിയിൽ വന്നാൽ ഭൂമി എരിഞ്ഞു പോകും. അത് ഭൂമിയിൽ വീഴാതെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓസോൺ പാളി എരിച്ചു കളയുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഓസോൺ പാളി അവിടെ നിർമ്മിച്ചിരിക്കുന്നു, സൃഷ്ടിച്ചതാണ്. എന്തുകൊണ്ട് ചന്ദ്രന്റെ ചുറ്റുമില്ല ഓസോൺ പാളി? സാറ്റൺ വലിയ ഗ്രഹമാണ്, അതിന്റെ ചുറ്റും ഓസോൺ പാളിയില്ല. യുറാനസിന്റെ ചുറ്റുമില്ല. ഭൂമിയുടെ ചുറ്റും ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെച്ചതായിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അപ്പൊ ഈ ഭൂമി യഥാർത്ഥത്തിൽ ദൈവം സൃഷ്ടിച്ചതാണ്. യുക്തിവാദികൾ പറയും പോലെ ഇതെങ്ങനെ അങ്ങ് ഉണ്ടായതൊന്നുമല്ല, സ്പോണ്ടേനിയസ് അല്ല. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ സ്വയംഭൂ ആവുന്നത്, സ്വയം ഉണ്ടാവുന്നത്. അങ്ങനെ ഭൂമി ഉണ്ടായിട്ടില്ല. ഈ കാണുന്ന പ്രപഞ്ചത്ത് മുഴുവൻ സ്വയംഭൂവായിട്ട് ഈ ദ്രവ്യം ഉണ്ടായതല്ല. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പിന്നെ ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യർക്ക് വേണ്ടി, ജീവജാലങ്ങൾക്ക് വേണ്ടി, ചെടികൾക്ക് വേണ്ടി, സസ്യങ്ങൾക്ക് വേണ്ടി. ഇനി ഇതിലെ ഓരോന്നിനെയും നോക്കിക്കഴിഞ്ഞാൽ ചെടികൾ ഉള്ളത് കൊണ്ടാണ് മനുഷ്യ ജീവിതം നിലനിൽക്കുന്നത്. ചെടികൾ ഉള്ളത് കൊണ്ടാണ് മൃഗങ്ങൾ ജീവിക്കുന്നത്. ചെടികൾ ഉള്ളത് കൊണ്ടാണ് ജീവജാലങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ചെടികളിലും വൃക്ഷങ്ങളിലും നിന്നും ഇലകളിൽ നടക്കുന്ന പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറയാൻ സയൻസിന് ഒത്തിരി പേരൊക്കെ ഉണ്ട്. അത് പറയുകയാണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് വിടുന്നത് ഓക്സിജനാണ്. അതാണ് മനുഷ്യൻ ശ്വസിക്കുന്നത്. ജീവജാലങ്ങൾ, ചെടികള്, സസ്യങ്ങള്, ആ ഇലയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ജീവജാലങ്ങള്, പുറത്തേക്ക് വിടുന്ന ഈ വായുവില്, അതാണ് ചെടിയിൽ നിന്ന് ഉച്ഛ്വസിക്കുന്നതാണ് മൃഗങ്ങളും മനുഷ്യരും ശ്വസിക്കുന്നത്. അത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ കാർബൺ ഡയോക്സൈഡാണ് പുറത്തേക്ക് വിടുന്നതിൽ ഇവിടെ ജീവനൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന്റെ ക്രമീകരണങ്ങളെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി ദൈവം സൃഷ്ടിച്ചതാണ് ഈ ഭൂമി. അതുപോലെ തന്നെ ആകാശം എന്ന് പറയും. വേദപുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഭൂമി പാഴും ശൂന്യമായിരുന്നു പറയുന്നത് തെറ്റാണെന്നാണ്. വേദപുസ്തകത്തിലെ വാക്യം തെറ്റാണെന്നാണ്. ഭൂമി പാഴും ശൂന്യം അല്ലായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദി എർത്ത് വാസ് വിത്തൗട്ട് ഫോം എന്നാണ്. രൂപരഹിതമായിരുന്നു, രൂപമില്ലാത്ത അവസ്ഥയിലായിരുന്നു. രൂപമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അലോട്രോപ്പിക് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആയത് നമ്മൾ ശർക്കരയോ മറ്റോ എടുത്താലേ അതിങ്ങനെ അമർത്തിയാൽ ഒതുങ്ങുന്ന ആ സ്വഭാവത്തിൽ വരുന്ന
അപ്പൊ ഭൂമി ആദ്യം ഉണ്ടാവുന്ന സമയത്ത് അതിൽ ഷേപ്പ് ഇല്ലായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവാണില്ല. ഇവിടെ കാണുന്നത് അപ്പോഫിൽ എന്ന് പറയുന്ന ഒരു ഗ്രഹം ഇപ്പൊ നമ്മുടെ ഭൂമിക്ക് ചുറ്റും വരുന്നുണ്ട്. അതിന്റെ ഷേപ്പ് നോക്കിയാൽ അത് ഗോളമല്ല, വിതൗട്ട് ഫോം, രൂപരഹിതമാണ്. ഈ ഗോളത്തിലേക്ക് വരുന്നത് ധാരാളം വർഷങ്ങൾ കറങ്ങിയതിനു ശേഷമാണ്. അതായത് ബിഗ് ബാങ് കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന കഷണങ്ങൾ ഒരിക്കലും ഗോളാകൃതി അല്ല എന്നാണ് ബൈബിളിൽ എടുത്തു പറയുന്നത്. ഇത് എർത്ത് വാസ് വിതൗട്ട് ഫോം എന്ന് പറയുന്നത്, അല്ലാതെ തറന്നു ഇതുപോലെ പാഴിശൂന്യമായിരുന്നു പറയുന്നതല്ല യഥാർത്ഥത്തിലുള്ള അർത്ഥം. അത് രൂപരഹിതമായിരുന്നു. എന്നാൽ പിന്നീട് ധാരാളം പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താണ് ഈ ഗോളാകൃതിയിലേക്ക് വന്നിട്ടുള്ളത്. എത്ര വ്യക്തമായിട്ടാണ് പ്രകൃതിയിൽ ദൈവം ഇത് സൃഷ്ടിച്ചതാണെന്ന് ബൈബിളിൽ കൂടെ തെളിയിക്കുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ദൈവമില്ല എന്നും ദൈവം സൃഷ്ടിച്ചതല്ല എന്നൊന്നും വാദിക്കാൻ ഈ ഞങ്ങളെപ്പോലുള്ള സാധാരണ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വാദപ്രതിവാദങ്ങൾ നടത്തിയാലും സാറ് പറയുന്നതിന് മിക്കവർക്കും ഖണ്ഡിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ നിങ്ങൾക്കതിനെ ഖണ്ഡിക്കണമെങ്കിൽ, അഥവാ നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ ദയവായി നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക.